In the last video, we have seen the derivation of flexibility matrix for a structure. So today let's see how to derive stiffness matrix for a structure. And we know that force P is equal to stiffness K into displacement D. So when D is equal to 1, P is equal to K. So that is how we define stiffness. Stiffness is the force required to produce unit deflection. So P is equal to K into D. So consider the same beam we considered in the derivation of flexibility matrix. So in the position 1, the displacement is D1. In the position 2, the displacement is D2. And in the position 3, the rotation is D3. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഓരോ പൊസിഷനിലും നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഫസ്റ്റ് പൊസിഷനിൽ ആദ്യം നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യും. അതിനുശേഷം സെക്കൻഡ് കേസിൽ സെക്കൻഡ് പൊസിഷനിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യും. ആൻഡ് തേർഡ് കേസിൽ നമ്മൾ യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യും തേർഡ് പൊസിഷനിൽ, തേർഡ് പോയിന്റിൽ. സോ ആദ്യത്തെ കേസാണ് ഈ ഫിഗറിൽ കാണുന്നത്, ഫിഗർ 1ൽ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ, പൊസിഷൻ 1ൽ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് പൊസിഷൻ 1ൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് K11. ഇനി ഇവിടെ നമ്മൾ കൊടുത്ത യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് പൊസിഷൻ 2ൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് K21. അതേസമയം പൊസിഷൻ 3ൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് K31. ഇവിടെ നമ്മൾ K21നെ ഒരു റോളറായിട്ട് കാണിച്ചിട്ടുണ്ട്, K31നെ ഒരു ഫിക്സഡ് എൻഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്യുന്നു. ഇവിടെ പൊസിഷൻ 2ൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ K21 റിസ്ട്രെയിൻ ചെയ്യുന്നു. അതുപോലെ ഈ തേർഡ് പൊസിഷനിൽ ഉണ്ടാവുന്ന റൊട്ടേഷനെ K31 റിസ്ട്രെയിൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് പൊസിഷൻ 2ൽ ഉണ്ടാവുന്ന ഫോഴ്സ് K21 ആണ്. പൊസിഷൻ 3.3ൽ ഉണ്ടാവുന്ന ഫോഴ്സ് K31 ആണ്. അതേസമയം അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ്, അതായത് ഈ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം പൊസിഷൻ 1ൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് K11 ആണ്. അടുത്തത് സെക്കൻഡ് ഫിഗർ. സെക്കൻഡ് ഫിഗറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പൊസിഷൻ 2ലാണ് നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ 2ൽ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് K22 ആണ്. ഈ K22 ഫോഴ്സ് ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് അതേസമയം പൊസിഷൻ 1ൽ ഉണ്ടാവുന്ന ഫോഴ്സ് K12 ആണ്. പൊസിഷൻ 3ൽ ഉണ്ടാവുന്ന ഫോഴ്സ് K32 ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ റോളറും ഇവിടെ ഫിക്സഡ് സപ്പോർട്ടും കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ ഈ ഫോഴ്സ് റിസ്ട്രെയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഉണ്ടാവുന്ന പൊസിഷൻ 3ൽ ഉണ്ടാവുന്ന റൊട്ടേഷനെ ഈ ഫോഴ്സ്, ഈ K32 എന്ന് പറയുന്ന ഫോഴ്സ് റിസ്ട്രെയിൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിമ്പിൾ നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ആ പൊസിഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സ് K22 ആണ്. പൊസിഷൻ 1ൽ ഉണ്ടാവുന്ന ഫോഴ്സ് K12 ആണ്. പൊസിഷൻ 3ൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് K32 ആണ്. K32 ഒരു മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പൊസിഷൻ 3ലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു യൂണിറ്റ് റൊട്ടേഷനാണ് പൊസിഷൻ 3ൽ അപ്ലൈ ചെയ്യുന്നത്. പൊസിഷൻ 3ൽ നമ്മൾ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊസിഷൻ 1ൽ ഉണ്ടാവുന്ന ഫോഴ്സ് K13 ആണ്. പൊസിഷൻ 2ൽ ഉണ്ടാവുന്ന ഫോഴ്സ് K23 ആണ്. ഈ പൊസിഷൻ 3ൽ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് K33 ആണ്. നമ്മളിവിടെ ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് മൊമെൻറ്റും ആവാം. ഈ ഒരു നമ്മുടെ കേസിൽ K31, K32, K33 മൊമെൻ്റ് ആണ്. നമ്മളീ പറയുന്ന എല്ലാ കാര്യങ്ങളും മൊമെൻറ്റിനാണെങ്കിലും ഫോഴ്സിനാണെങ്കിലും ആപ്ലിക്കബിൾ ആണ്. ഫോഴ്സിൻ്റെ കേസിൽ
ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാവുക, മൊമെൻറ്റിൻ്റെ കേസിൽ റൊട്ടേഷനാണ് ഉണ്ടാവുക എന്ന് മാത്രം ഓർത്താൽ മതി. സോ നമ്മൾ 3 കേസായിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് പൊസിഷനിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായ ഫോഴ്സ് K11 ആണ്. സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായ ഫോഴ്സ് K21 ആണ്. തേർഡ് പൊസിഷനിൽ ഉണ്ടായ ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ് K31 ആണ്. സെക്കൻഡ് കേസിൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായ ഫോഴ്സ് K12 ആണ്. അതേ പൊസിഷനിൽ ഉണ്ടായത് K22 ആണ്. ഇനി തേർഡ് പൊസിഷനിൽ ഉണ്ടായ മൊമെൻറ്റ് K32 ആണ്. തേർഡ് കേസിൽ നമ്മൾ തേർഡ് പൊസിഷനിൽ നമ്മൾ യൂണിറ്റ് റൊട്ടേഷനാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായ ഫോഴ്സ് K13, സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായ ഫോഴ്സ് K23 ആൻഡ് തേർഡ് പൊസിഷനിൽ ഉണ്ടായ ഫോഴ്സ്, അതായത് അതേ പൊസിഷനിൽ ഉണ്ടായ ഫോഴ്സ് K33. സോ ആദ്യം നമ്മൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ, അതായത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈഡ് അറ്റ് പൊസിഷൻ 1, ആ ഒരു കേസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് പൊസിഷൻ 1 ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈഡ് അറ്റ് പൊസിഷൻ 1 ഇസ് ഈക്വൽ ടു K11. Force produced at 1 due to the actual displacement at 1 it is equal to K11 into D1. യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടുണ്ടായ ഫോഴ്സ് K11 ആണെങ്കിൽ D1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടുണ്ടായ ഫോഴ്സ് K11 into D11 ആണ്. സിമിലർലി ദ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് പൊസിഷൻ 1 ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2 ഇസ് K12. നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് 2-ൽ അപ്ലൈ ചെയ്തപ്പോൾ 1-ലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് K12 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് 1 ഡ്യൂ ടു ദ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2, പൊസിഷൻ 2-ൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് D2 ആണെങ്കിൽ പൊസിഷൻ 1-ൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? K12 D2 ആണ്. K12 into D2. Also, similarly, force produced at position 1 due to the unit displacement applied at position 3. Position 3-ൽ നമ്മൾ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പൊസിഷൻ 1-ൽ ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് K12 ആണെങ്കിൽ ആക്ച്വൽ റൊട്ടേഷൻ D3 നമ്മൾ പൊസിഷൻ 3-ൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1-ൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് K13 into D3 ആണ്. So the total force at position 1 due to all the displacement at 1 is equal to P1 is equal to K11 D1 plus K12 D2 plus K13 D3. ഇതുപോലെ നമ്മൾ ഓരോ പൊസിഷനും നമ്മൾ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം P2 is equal to K21 D1 plus K22 D2 plus K23 D3 and P3 is equal to K31 D1 plus K32 D2 plus K33 D3. So we can write the same in a matrix form. So ഇതാണ് നമ്മൾ മാട്രിക്സ് ഫോമിലേക്ക് മാറ്റിയത്. ഫസ്റ്റ് നമ്മുടെ ലോഡ് മാട്രിക്സ് P1 P2 P3 is equal to stiffness matrix into displacement matrix D1 D2 D3. ഇതുപോലെ നമുക്ക് n number of forces ഉണ്ടെങ്കിൽ P1 P2 P3 up to Pn is equal to stiffness matrix into D1 D2 up to Dn. നമുക്കിവിടെ സ്റ്റിഫ്നെസ് മാട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം K11 K21 up to Kn1, സെക്കൻഡ് കോളം K12 K22 up to Kn2, ലാസ്റ്റ് കോളം K1n K2n up to Knn. So we can also conclude that the stiffness matrix is a square matrix and also a symmetric matrix. The elements in stiffness matrix can be represented as Kij and it is known as stiffness influence coefficient. So ഇതിനകത്തുള്ള എലമെൻസിനെ നമ്മൾ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്ന് പറയും. The diagonal elements of a stiffness matrix are known as direct stiffness influence coefficients. ഈ K11 K22 up to Knn ഒക്കെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഇതിനെ ഡിറക്റ്റ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്ന് പറയും. ആൻഡ് ദേ വിൽ ബി പോസിറ്റീവ്. All the other elements other than the diagonal elements are known as cross stiffness influence coefficients. So this is about the derivation of stiffness influence coefficients.